പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ധ്യാനിക്കുവാനായിട്ട് ക്ഷണിക്കുന്നത് ശുദ്ധമുള്ള പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചന ഭാഗങ്ങളിലൂടെയാണ്. നാം അവിടെ ഇങ്ങനെ വായിച്ചു കേൾക്കുകയാണ്: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പരിശുദ്ധാത്മാവ് വഴിയായിട്ട് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു കർത്താവിൻ്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഭിമാനിക്കുവാൻ ഒരു വകയുമില്ല. നേരെ മറിച്ച് അതെൻ്റെ കടമ മാത്രമാണ്. ഇനി സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ അത് എൻ്റെ ആത്മീയ ജീവിതത്തിലെ വലിയ ദുരിതവുമാണ്. വീണ്ടും ശ്ലീഹ നമ്മോട് പറയുകയാണ്: ഞാൻ സ്വമേധയാ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം ഞാൻ സ്വമേധയാ ചെയ്യുന്നുവെങ്കിൽ എനിക്കതിന് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? ഞാൻ സ്വമേധയാ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ അതിൽ പ്രയോജനമുണ്ട്. മറ്റാരെങ്കിലും നിർബന്ധിച്ചിട്ടാണ് ഞാൻ സുവിശേഷം പറയുന്നതെങ്കിൽ അതിൽ എന്ത് പ്രയോജനമാണ് എനിക്കുള്ളത്? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി പ്രയോഗിക്കാതെ പ്രതിഫലം എന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം. അതായത് സുവിശേഷം നമുക്കെല്ലാവർക്കും നൽകുന്ന ഒരു അവകാശമുണ്ട്. ക്രിസ്ത്യാനിയായി കഴിയുമ്പോൾ, കർത്താവിനെ മാമോദീസ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും സുവിശേഷം നൽകുന്ന ഒരു അവകാശമാണ് നമുക്ക് ലഭിച്ച കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളത്. അത് മറ്റാരുടെയും പ്രേരണ പ്രകാരം ആയിരിക്കരുത്, സ്വന്തം ഇഷ്ടപ്രകാരം. അങ്ങനെയല്ല നാം ചെയ്യുന്നതെങ്കിൽ, ഇനി നാം നമുക്ക് ലഭിച്ച കർത്താവിനെ മറ്റൊരാൾക്ക് പങ്കുവെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ പരാജയവും ദുരന്തവുമായിരിക്കുമെന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും പൗലോസ് ശ്ലീഹ പറയുകയാണ്: ഞാൻ എല്ലാവരിലും നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കേണ്ടതിന് അവരുടെ എല്ലാം ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി, നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി, നിയമത്തിന് പുറമെയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെ ആയി. അതേസമയം ഞാൻ ദൈവ നിയമമില്ലാത്തവനായിരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ നിയമം ഇല്ലാത്തവനായിരുന്നിട്ടല്ല, ദൈവ നിയമം ഉള്ളവനായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവരെ പോലെയെല്ലാം അവരുടെ ഇടയിൽ ആയിത്തീർന്നു. പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അതീതനായിരുന്നു ഞാൻ. നിയമത്തിന് പുറമേയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെ ആയി. പക്ഷേ അതേസമയം ഞാൻ ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗവാക്കാക്കുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. സുവിശേഷത്തിന് ഭാഗവാക്കാക്കുന്നതിന് വേണ്ടി, സുവിശേഷത്തിൽ പങ്കുകാരനാകുന്നതിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. ഒരു സുവിശേഷകൻ
ഏതു വിധത്തിൽ തൻ്റെ സുവിശേഷം മറ്റുള്ളവരിൽ പകർന്നു നൽകിക്കൊണ്ട് അവരിൽ ഒരുവനെ പോലെ ആയി തീർന്ന് അവരെ ക്രിസ്തുവിന് വേണ്ടി നേടണമെന്ന് പൗലോസ്ലീഹ ഇവിടെ പരിശുദ്ധാത്മാവ് വഴി നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു കർത്താവിൻ്റെ മരണവും അവൻ്റെ രക്തം വഴിയായി നമുക്ക് ലഭിച്ച നീതീകരണവും അവനുള്ള വിശ്വാസത്തിൽ നാം സ്വീകരിച്ച മാമോദീസായം വഴി ദൈവത്തിൻ്റെ മക്കളായി തീർന്ന നാം ഓരോരുത്തരും നമുക്ക് ലഭിച്ചതായ ഈ വലിയ കരുണയുടെ, ദൈവത്തിൻ്റെ ഈ വലിയ സുവിശേഷത്തിൻ്റെ ഭാഗവാക്കുകളാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. അത് നമ്മുടെ കടമയാണ്. നാം അത് പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ, നാം ആ ശുശ്രൂഷയിൽ സ്വയം നാം അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്നേഹം, നമുക്ക് വേണ്ടി മരിച്ച കർത്താവിനോടുള്ള നമ്മുടെ വിശ്വാസം, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എന്ത് എന്ന് നാം സ്വയം തിരിച്ചറിയണം. പൗലോസ്ലീഹ താൻ ആരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും, ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. പൗലോസ്ലീഹ സ്വയം പറയുകയാണ്, മറ്റാരേക്കാളും എനിക്കതിന് അവകാശമുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദന ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. പൗലോസ്ലീഹ പറയാണ്, ഞാൻ മറ്റാരേക്കാളും ശ്രേഷ്ഠനാണ്, മറ്റാരേക്കാളും ഞാൻ നിയമത്തിലും പാരമ്പര്യത്തിലും പരിച്ഛേദന സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെയും ഞാൻ മുമ്പിലാണ്. പക്ഷേ ക്രിസ്തുവിനെ പ്രതി ഞാൻ ഇവയെല്ലാം നഷ്ടമാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. തൻ്റെ ഭൗതികമായ പൂർവികമായ തൻ്റെ നേട്ടങ്ങളും അവകാശങ്ങളും എല്ലാം ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തെ പ്രതി നഷ്ടമാക്കി കാണുന്ന, നഷ്ടമായി എണ്ണുന്ന സ്ലീഹായെ നാം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു. സ്ലീഹ പറയുകയാണ്, ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്. ന്യായപ്രമാണ കൽപ്പനയുള്ള നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല എനിക്ക് ഉള്ളത്. പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. ദൈവത്തിൽ നിന്നുള്ള നീതി, വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതിക്ക് വേണ്ടി പൗലോസ്ലീഹ തനിക്ക് ഉള്ളതായ എല്ലാ പൂർവികമായ അവകാശങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം നഷ്ടമായി കണക്കാക്കുകയാണ്. വീണ്ടും സ്ലീഹ പറയുകയാണ്,
കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനഭാഗങ്ങളിലൂടെ, എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെയല്ല, ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. ശ്ലീഹ പറയാണ്, എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനാണ്. അതും വാഗ്വിലാസത്തോടെയല്ല, ആയിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയും. വീണ്ടും, വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞനെവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികനെവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി. കന്യക ഗർഭം ധരിച്ചു. കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടവൻ ഉയർപ്പിക്കപ്പെട്ടു. ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടത്തെ അറിഞ്ഞില്ല. ലൗകിക വിജ്ഞാനം കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാൻ ലോകത്തിന് സാധിച്ചില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി, വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളം അന്വേഷിക്കുന്നു, ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു. ഇന്ന് നമ്മുടെ ഇടയിലും പലരും അടയാളം ആവശ്യപ്പെടുന്നവരുണ്ട്. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. എല്ലാം ജ്ഞാനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട്, ലൗകിക ജ്ഞാനത്തോടെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ശ്ലീഹ പറയാണ്, ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും, ദൈവത്തിൻ്റെ ഭോഷത്വം ഉണ്ടെങ്കിൽ അത് മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതാണ്. ദൈവത്തിൻ്റെ ബലഹീനതയുണ്ടെങ്കിൽ മനുഷ്യരെക്കാൾ ശക്തവുമാണ്. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരെയായവരെ ദൈവം തിരഞ്ഞെടുത്തു. വിജ്ഞാനത്തെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു, തൻ്റെ ശിഷ്യന്മാരായി തൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ തിരഞ്ഞെടുത്തു. നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട്യാ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നാം നോക്കണം. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ ദൈവം
തൻ്റെ വേലയ്ക്കായി, തൻ്റെ ശുശ്രൂഷയ്ക്കായി ഇങ്ങനെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ശ്ലീഹ പറയുകയാണ്, യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. സ്വന്തം ജ്ഞാനത്തിലോ സ്വന്തം ബുദ്ധിയിലോ സ്വന്തം ശക്തിയിലോ കഴിവിലോ പാരമ്പര്യത്തിലോ അല്ല അഭിമാനിക്കേണ്ടത്. ഏതൊരുവൻ അഭിമാനിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് അവൻ അഭിമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കി വെച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ശ്ലീഹ പറയുകയാണ്, സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. മറ്റൊന്നിനെക്കുറിച്ചും, ലൗകികമായ ഒന്നിനെക്കുറിച്ചും എനിക്ക് അറിയേണ്ടതില്ല. ക്രൂശിതനായ കർത്താവിനെ കുറിച്ച് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അത് മാത്രം ആയിരുന്നു ശ്ലീഹായുടെ ലക്ഷ്യവും. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു ശ്ലീഹായുടെ പ്രസംഗം. അത് വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്ന ഒന്നായിരുന്നില്ല. മാനുഷികമായ വിജ്ഞാനത്തിലാകരുത് നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കപ്പെടേണ്ടത് എന്നുള്ളതുകൊണ്ട്, അത് ദൈവിക ശക്തിയിലായിരിക്കണമെന്ന് നിശ്ചയമുള്ളതുകൊണ്ടും ശ്ലീഹ പറയുകയാണ്, ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു എൻ്റെ സുവിശേഷം എന്നുള്ളത്. സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ ഏത് വിധത്തിലായിരിക്കണം നമ്മുടെ സുവിശേഷം എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. നമ്മുടെ ലൗകികമായ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ശക്തിയുടെയും അടിസ്ഥാനത്തിലല്ല, ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ, ദൈവത്തിൻ്റെ ജ്ഞാനത്തോടെ ആയിരിക്കണം. വീണ്ടും ശ്ലീഹ പറയുകയാണ്, എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു. കുറച്ച് പക്വതയുള്ളവരോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനത്തെ അല്ല. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി, ലൗകിക വിജ്ഞാനമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ നാശോത്മുഖമായ അധികാരികളുടെ വിജ്ഞാനത്തെക്കുറിച്ചുമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. രഹസ്യവും നിഗൂഢവുമായ ദൈവിക വിജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ആ വിജ്ഞാനം, അതാണ് നമ്മൾ ആദ്യം കണ്ടത്. യേശു കർത്താവ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നുവെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ ക്രൂശിൽ തറയ്ക്കുകയില്ലായിരുന്നു. ശുദ്ധമുള്ള പത്രോസ് ശ്ലീഹ അപ്പോസ്തല പ്രവൃത്തികളിൽ 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിലൂടെ നമ്മോട് ഇങ്ങനെ സംസാരിക്കുന്നു. അതുകൊണ്ട് 12 പേർ ശിഷ്യന്മാരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. വീണ്ടും 4-ാമത്തെ വചനം, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. പത്രോസ് ശ്ലീഹ പറയാണ്, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണ മേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. ദൈവത്തെ സ്നേഹിക്കുന്ന,
കർത്താവ് യേശു ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന, അവൻ്റെ രക്ഷാകര ശുശ്രൂഷയിൽ വിശ്വസിക്കുന്ന ഓരോ മകനും മകളും അവരുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കേണ്ട വചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. കർത്താവ് യേശു ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്ന സുവിശേഷകരായി നാം ഏത് വിധം മാറണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ വിശ്വാസവും നമുക്ക് ലഭിച്ചതായ ആ രക്ഷയും ദൈവസ്നേഹവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ദൈവത്തിൻ്റെ ജ്ഞാനത്താലും ക്രൂശിക്കപ്പെട്ടവനെ അല്ലാതെ മറ്റൊന്നിനെയും സംസാരിക്കുവാൻ ഇടവരാതെ നമുക്ക് കർത്താവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ സാധിക്കണം. അങ്ങനെ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പങ്കുകാരാവാം. സർവശക്തനായ ദൈവം നമ്മളെ അതിന് അനുവദിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വമെടുക്കട്ടെ. ആമേൻ.